എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പൊ തന്നെ കാതലൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും, നെസ്ലിനൊക്കെ അഭിനയിച്ച്. അപ്പൊ അതില് നെസ്ലിൻ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാലി ലിനക്സ്. നമ്മൾ ഒരുപാട് ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത്. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നമ്മൾ പെൻഡ്രൈവിൽ ബൂട്ടബിൾ ആക്കിയതിനു ശേഷം, ബൂട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കീബോർഡിന്റെ ലേഔട്ട് എന്നിവ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കീബോർഡ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കീബോർഡ് ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡിഫോൾട്ട് നോർമൽ വരുന്നത് അമേരിക്കൻ സെറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ്, ഇംഗ്ലീഷ്, ഈ രണ്ട് ഓപ്ഷനിലേക്കായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പം എൻ്റെ കീബോർഡ് വരുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. UK വാങ്ങിയ ഒരു ഡിവൈസാണ് എൻ്റെ കയ്യിൽ. അപ്പം ഞാനത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളാണെങ്കിൽ ഡിഫോൾട്ട് കൂടുതലും വരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ കീബോർഡിലെ ലേഔട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം ഇത് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ. ഇനി വരുന്ന ഓപ്ഷനാണ് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഒന്നില്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ വൈഫൈ ആണ് ചൂസ് ചെയ്തേക്കുന്നത്. വൈഫൈ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് നെയിം സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലി ലിനക്സ് നേരെ ഇന്റർനെറ്റായിട്ട് കണക്ട് ആയി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. കണക്ഷൻ സക്സീഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റ് നെയിം ഡിഫാൾട്ട് ഏതാണ് വരുന്നത് അത് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം, കാലി. ഇനി അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഡൊമൈൻ നെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം ടെസ്റ്റ് എന്നോ, അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഡാർക്ക് ഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യൂസർ നെയിമാണത്. അത് തന്നെ ഒരു റിപ്പീറ്റ് 2 പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിന്റെ യൂസർ നെയിം അടിച്ചു കഴിയുമ്പോൾ തന്നെ പാസ്വേഡ് അടിക്കാനുള്ള ഇതുപോലെ ഓപ്ഷൻ വരും. മുകളിലും താഴെ സെയിം പാസ്വേഡ് തന്നെ അടിച്ച് നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇനി വരുന്നത് പാർട്ടീഷൻ ടേബിളാണ്. അതായത് നമുക്ക് ലിനക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള പാർട്ടീഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് എൻ്റയർ ആയിട്ട് നമ്മൾ ലിനക്സിന് വേണ്ടി യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്യണം അതിന് കേട്ടോ. അല്ലാത്തവരാണെന്നെങ്കിൽ നമുക്ക് ഡ്രൈവ് സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ എൻ്റയർ ഹാർഡ് ഡിസ്ക് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കണ്ടിന്യൂ അമർത്തണം നോക്കിയതിന് ശേഷം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ 2 ഡിവൈസ് കാണാൻ പറ്റും. ഒന്ന് എൻ്റെ പെൻഡ്രൈവ് ആണ് ബൂട്ടബിൾ കാലി ലിനക്സ് കയറ്റിയത്. അപ്പോൾ ഞാനത് മാറ്റി ഹാർഡ് ഡിസ്ക് ചൂസ് ചെയ്ത് കൊടുത്തു. പിന്നെ സെപ്പറേറ്റ് പാർട്ടീഷനിൽ ഹോമും മറ്റു ഫോൾഡറെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം ഒറ്റ ഫോൾഡറിൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പോൾ അതേ നമ്മുടെ പാർട്ടീഷൻ ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇതെല്ലാം ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അമർത്താം. ഇത് ഇവിടെ കണ്ടാകണം ഈ നമ്മൾ ചെയ്ത ചേഞ്ചസ് എല്ലാം ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് അമർത്താം. അപ്പോൾ അതേ പാർട്ടീഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. പാർട്ടീഷൻ മേക്കിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ ഇതേ ഇങ്ങനെ ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ടിക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഡിഫോൾട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇത് ഇങ്ങനെ ഒരു എറർ വരും. ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു വഴി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടിന്യൂ അമർത്താം.
ഇൻസ്റ്റാൾ ദ ഗ്രബ് ബൂട്ട് ലോഡർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മാത്രം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുന്നു. എററും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇൻസ്റ്റാളേഷന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മളുടെ ഈ ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഇതിൽ കാണിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രൈമറിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ വരും. അത് ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 256 GB SSD ആണ്. അത് ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അമർത്തും. അപ്പോൾ നമ്മുടെ ബൂട്ട് ലോഡർ അതിനകത്തേക്ക് ഹാർഡ് ഡിസ്കിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എററുകൾ പൊതുവെ കുറക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സംടൈംസ് ക്രാഷ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് വോയിസ്. അപ്പോൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ എൻ്റെ ഡിസ്ക് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ബൂട്ട് ലോഡറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്ത ആ ഓപ്ഷനിലേക്ക് വീണ്ടും പോവുക. അപ്പോൾ അതേ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ 2-3 സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സെലക്ട് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുവാണ്. എന്നിട്ട് കണ്ടിന്യൂ അമർത്തുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന സ്റ്റേജിൽ നിന്ന് കുറച്ച് സമയം എടുക്കുന്നൊരു സ്റ്റേജാണ് വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സമയം കൺസ്യൂം ചെയ്യും. ഏകദേശം ഒരു 52 മിനിറ്റ് തുടങ്ങി നമ്മുടെ സ്പെക്ക് അനുസരിച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ വരെ ഈ ടോട്ടൽ ഇൻസ്റ്റാളേഷൻ്റെ ടൈം എടുക്കുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവ് അതിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ലിനക്സ് കയറുന്നത്. കണ്ടോ, അപ്പോൾ നേരത്തെ ഈ ഓപ്ഷൻ നെക്സ്റ്റ് അടിക്കുമ്പോഴാണ് എറർ വരുന്നത്. അപ്പം ഇനി നിങ്ങൾ നോക്കോളാം, ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കേട്ടോ, ഇപ്പോൾ ഇത് നേരെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 52 മിനിറ്റ് 20 സെക്കൻഡ് സമയം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം ഇത് എടുക്കും കേട്ടോ. അപ്പോൾ അത് ഫിനിഷ് ആവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണോ. ഇൻസ്റ്റാളേഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ക്ലാസ് 10ന്റെ SD കാർഡോ അല്ലെങ്കിൽ പെൻ ഡ്രൈവോ യൂസ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒന്ന് സ്പീഡ് ആക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ ഓപ്ഷൻ ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് റീബൂട്ടായി നോർമലി നമ്മുടെ കാർഡ് ലിനക്സിലേക്ക് ബൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ.